ഹായ് ഇത് DTH ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എസ് വിപിൻ്റെ സംവിധാനം, വിപിൻ ദാസിൻ്റെ പ്രൊഡക്ഷൻ. വിപിൻ ദാസ് നിങ്ങൾക്കറിയായിരിക്കും, ജയ 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 ഹേ, ഗുരുവായൂരമ്പല നടയിൽ എന്നിവ സംവിധാനം ചെയ്ത ആളാണ്. ഇതിൽ പ്രൊഡ്യൂസറായിട്ടാണ് അനശ്വര രാജൻ, അസീസ് നെടുമങ്ങാട് എന്നിവർ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നു. അവരെ കൂടാതെ ബൈജു, മല്ലിക സുകുമാരൻ, ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അങ്ങനെ പലരും. രസകരമായ പടമാണ്. മൊത്തം മുഴുനീളം ഒരു ഹാസ്യം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഹാസ്യം മുഴുനീള നിൽക്കുന്ന ഒരു പടമാണ്. ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും കുറച്ച് സങ്കടപ്പെടാനും ഉള്ള ഒരു സിനിമയാണിത്. അതായത് ഹ്യൂമർ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ലാഫ്റ്റർ മാത്രമല്ല, നമ്മളൊക്കെ കുറച്ചൊന്ന് നനയിപ്പിക്കാനും ഒക്കെ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് പലപ്പോഴും ഒരു ദിലീഷ് പോത്തനെസ്ക് അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എസ്ക് കണക്കുള്ള ഒരു സംവിധാനം, കഥ, തിരക്കഥ പോലെ തോന്നി. എക്സെപ്ഷണൽ സ്ക്രീൻ പ്ലേ ആണ്, ഗംഭീരമായ തിരക്കഥ. അതായത് ഇഷ്ടംപോലെ ഡീറ്റെയിലിംഗ് ഉള്ള, ഇഷ്ടംപോലെ ആലോചിച്ച് വളരെ വളരെ ആലോചിച്ച് പെയിൻസ്റ്റിക്കിംഗ്ലി ഉണ്ടാക്കിയ ഒരു തിരക്കഥ കണക്കാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ഷനൊക്കെ ഗംഭീരമാണ്, പെർഫോമൻസസും അതിഗംഭീരമാണ്. പ്രത്യേകിച്ച് അസീസ് നെടുമങ്ങാടിൻ്റെയും അനശ്വര രാജൻ്റെയും എടുത്തു പറഞ്ഞേ പറ്റൂ. ഈ പടം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മരണ വീടാണ്. മരണ വീട്ടിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഓബിയസ്ലി ദുഃഖം, മരിച്ച ആളുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം. ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ വരുന്നത് വേറെ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ, നാടുകളിൽ, നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. വളരെ സ്വാഭാവിക, വളരെ നാച്ചുറൽ ആയിട്ടാണ് മിക്ക ക്യാരക്ടേഴ്സിനെ കാണിച്ചിരിക്കുന്നത്. കോസ്റ്റ്യൂംസ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഡയലോഗ്സ് ആണെങ്കിലും വളരെ വളരെ നാച്ചുറൽ ആയിട്ടാണ് എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ഹ്യൂമറിന് വേണ്ടി ചില സന്ദർഭങ്ങൾ, ചില സീൻസിൽ കുറച്ച് സ്ലൈറ്റ്ലി ഓവർ ദ ടോപ്പ് ആണ്. പക്ഷെ അതെനിക്ക് ഈ പടത്തിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് ദാറ്റ് ഇസ് ഓക്കെ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഐഡിയ ഉണ്ട്, ഒരു ആശയം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്തൊരു ബാൻഡ് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് അയലത്തെ വീട്ടിലെ കുറച്ച് പിള്ളേർ ചേർന്ന് ഒരു ബാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എനിക്കറിഞ്ഞത് ആരുടെ ഐഡിയ ആണെന്നത്, കഥാകൃത്തിന്റെ ആണോ സംവിധായകന്റെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദാറ്റ് ഈസ് തന്നെ എക്സെപ്ഷണൽ ഐഡിയ. അതായത് ആ ആശയം എങ്ങനെ ഒരാളെ തലയിൽ ഉദിച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതിഗംഭീരമാണ്. അതായത് ഈ സിനിമയിൽ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റുന്നത് ആ ബാൻഡ് പ്ലേയിങ് ആണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ അതിൻ്റെ ഒരു ഗാംഭീര്യം അറിയാൻ പറ്റും. എത്ര നാച്ചുറലായിട്ട് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു. അത് സിനിമയ്ക്ക് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, സിനിമ എത്രത്തോളം എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട സംഭവമാണ്. ഓവറോൾ ഇറ്റ്സ് എ ലവ്ലി ഫിലിം. 4 stars out of 5 for വ്യസന സമേതം ബന്ധുമിത്രാദികൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.